അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തിക്ക് എന്ത് കറി ആക്കുന്നില്ലേ കൺഫ്യൂഷനിൽ ഇരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന്. അച്ഛനോട് പറഞ്ഞതാണ് നീ ഉണ്ടാക്കേണ്ട, നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട അച്ഛാ, ഞാൻ തന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏട്ടൻ്റെ കൂടെ ഈ പോസ്റ്റിങ് നോർത്തിലെല്ലാം കിട്ടിയതുകൊണ്ട് കുറേ നോർത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം എനിക്ക് കുക്ക് ചെയ്യാൻ അറിയാം കേട്ടോ. കുറേ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഹിന്ദിക്കാരി ചേച്ചിമാരുടെ അടുത്ത് നല്ല റെസിപ്പിയെല്ലാം ചോദിച്ചിട്ട് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബ് മാമനും ഉണ്ടല്ലോ എല്ലാം പറഞ്ഞുതരാം. അതൊക്കെ പെട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ആദ്യം ഞാനൊരു 800 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ആ പനീർ ഒരു ചെറിയ പാനിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് നല്ലോണം സോട്ടായിട്ട് എടുക്കുക. അധികം ഡീപ്പ് ഫ്രൈ ആവാൻ നിൽക്കേണ്ട. പനീർ അധികം ഫ്രൈ ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഹാർഡായി പോകും. അതുകൊണ്ട് കുറച്ച് ജസ്റ്റ് സോട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ പനീറും കുറച്ച് വറുത്തെടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മളെല്ലാ സ്പൈസസ് ഇട്ട് കൊടുക്കുക. സ്പൈസസ് അധികം ആവേണ്ട, അന്നേരം ഒരു ടേസ്റ്റ് മസാല കുത്തു വരും. അതുകൊണ്ട് 2-3 ഗ്രാമ്പൂ, പിന്നെ പട്ട, ഒരു ഏലക്കായി, കുറച്ച് ജീരകം, കുറച്ച് പെരിഞ്ജീരകം ഇട്ട് നല്ലോണം ചൂടാക്കി എടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ ഉള്ളി കട്ട് ചെയ്തത് ക്യൂബായിട്ടാണ് ഞാൻ കട്ട് ചെയ്തതിന്. കാരണം ഇത് നമുക്ക് അരച്ചെടുക്കത്തെയാണ്, ഗ്രേവി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. ഇതും നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. അതിൽ ബദാമിൻ്റെ തോല് കളഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പും ബദാമും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. സാധാരണഗതിയിൽ എല്ലാവരും അണ്ടിപ്പരിപ്പ് ചേർക്കില്ല, ഞാനിവിടെ ബദാമും കൂടി ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് നല്ലോണം സോട്ട് ചെയ്തതിന് ശേഷം നമ്മളെ മസാലപ്പൊടികൾ തട്ടിക്കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടി. മറ്റേത് പനീർ ബട്ടർ മസാലേൻ്റെ മസാല പാക്കറ്റ് വാങ്ങാൻ കിട്ടും കേട്ടോ. അതാണ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, 1.5 ടൊമാറ്റോ എടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ആ ടൊമാറ്റോ കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതിൻ്റെ ഇത് നല്ലോണം കുറച്ചൊന്ന് വഴഞ്ഞ ശേഷം ഇത് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞെടുക്കണം. അത് നല്ലോണം തണിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ മോശമാണ് മിക്സിക്ക്. അപ്പോൾ ഞാനിത് നല്ലോണം തണിഞ്ഞിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വേഗം അരച്ചിട്ട് വരെ. അപ്പോൾ ഞാൻ എൻ്റെ വഴറ്റിയ സാധനം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യ് അതിലൊഴിച്ചിട്ട് പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് നല്ലോണം അരപ്പ് തിളച്ചതിന് ശേഷം നമ്മൾ പനീറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ നോർത്തിലത്തെ ചേച്ചിമാരെല്ലാം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന കാണാം. അവരെ കറിക്കൽ ചെറിയൊരു മധുര ടേസ്റ്റ് ഉണ്ടാവലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു പിഞ്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മൾ പനീറും കൂടി അതിലേക്ക് അങ്ങ് തട്ടിക്കൊടുത്ത് ഒരു തളയും കൂടി വെച്ചാൽ നമ്മൾ സാധനം റെഡി ആയിട്ടാണ്. പിന്നെ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് ഇട്ട് കൊടുത്തതിന് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടി ഇപ്പം എയർഫോഴ്സിലാണ് ഏട്ടൻ. അതുകൊണ്ട് തന്നെ പോസ്റ്റിങ്ങിലാകുമ്പോൾ നമ്മൾ നോർത്തിലെല്ലാം മിക്ക പോസ്റ്റിംഗ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള റെസിപ്പി എല്ലാം പഠിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം നല്ല റെസിപ്പിയാണ് ഈ പനീറെല്ലാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തിയും പനീറും കഴിക്കിട്ടിട്ട് അപ്പോൾ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ചപ്പാത്തി ചുട്ടെടുക്കുമ്പോൾ കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിന്, എന്നാലും കുഴപ്പമില്ല, കറി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചേച്ചാ ബൈ ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ചേച്ചാ ബൈ ബൈ.